ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഞാൻ ഈ വഴുതനങ്ങ ഇതേപോലെ തോല് കളഞ്ഞ് ഇതേപോലെ കീറിയിട്ട് ആറായി കീറിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ 2 വഴുതനങ്ങ എടുത്തിട്ടില്ല കേട്ടോ. ഇത് ആറായി കീറിയിട്ട് ഇങ്ങനെ തന്നെ കീറിയിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ നമുക്കിപ്പം ഇതൊന്ന് നമുക്കൊന്ന് ഒരു 4 മണി പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്നാക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം പോകുന്നത്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കേ. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട് വെച്ചാൽ പിന്നെ ഇത് ഇഞ്ചിയും ഉള്ളിയും കൂടി പേസ്റ്റ് ആക്കിയതാണ്. ഇഞ്ചിയും ഉള്ളിയും കൂടി പേസ്റ്റ് ആക്കിയതാണ്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടേ. ഇതാ അത് ഇതിൻ്റെ അകത്ത് ഇട്ടേ. കണ്ടില്ലേ, ഇതേപോലെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത് രണ്ടുമാണ് വേണ്ടത് ഇടാം. നമുക്ക് ഇതും കൂടി ഇടാലോ. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി കുറച്ച് മുളക് പൊടിയും കൂടി വേണം കേട്ടോ. ഈ മുളക് പൊടി എന്ന് വെച്ചാൽ മുളക് പൊടി നല്ലവണ്ണം എരിവ് വേണം, പിന്നെ കാണാനും നല്ല ഭംഗി വേണ്ടേ. ഇത് നല്ല എരിവുള്ള മുളകാണ്, കുറച്ചേ ഇട്ടുവിടും. കുറേ കാശ്മീരി ആണെങ്കിൽ നല്ലോണം ഇടായിരുന്നു, കളറാക്കാൻ ഇടാനും. ഇതിപ്പോൾ ഞാനിതിപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് കുറച്ച് ഉപ്പും കൂടി ഇടണം. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടില്ലേ, ഇതേപോലെ കുറച്ച് ഉപ്പും കൂടി ഇടുക. എന്നിട്ട് ഇത് പെരക്കുക. കണ്ടില്ലേ. ഇനി കുറച്ച് അതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് മുളകും കൂടി കുഴച്ച് വെക്കുക. കണ്ടില്ലേ, ഇതാ ഇതേപോലെ അത്രയേ വേണ്ടൂ, കൂടുതൽ വേണ്ട. അതതിന് തേക്കാനാണ്. കുറച്ചും കൂടി മുളക് പൊടി വേണം, എന്നാലേ കളറ് കിട്ടുള്ളൂ. നമുക്ക് വേണ്ടും പോലെ എടുക്കാം. മുളക് പൊടി നല്ലോണം ഇടുന്നതിന് കുഴപ്പമില്ല. ഓരോരാൾക്ക് നല്ലപോലെ ഇനി നല്ലോണം എരിവ് ജാസ്തി വേണം, ഇനി എന്നാലും ആ ടേസ്റ്റ് കൂടുക. അതിന് പിന്നെ വെളുത്തുള്ളി ഇതും ആക്കിയത് കൊണ്ട് തലേനിപ്പം ഇതൊന്നാ വേണ്ട വെച്ചാൽ ഇത് കുറച്ച് റവയാണേ. ഇത് ഒന്നാ വേണ്ട വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇതിങ്ങനെ തേച്ചില്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതെന്നാ വേണ്ട വെച്ചാൽ ഇതിങ്ങനെ നമ്മളിതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. കണ്ടാ, നല്ലോണം മുളക് തേച്ച് ഉപ്പും മുളകും എല്ലാം കൂടി തേച്ച് നല്ലപോലെ പൊടിപ്പിക്കുക. നല്ലപോലെ കണ്ടില്ലേ, ഇതേപോലെ മുളക് നല്ലപോലെ വിട്ട് പിടിപ്പിച്ചിട്ട് ഉപ്പും മുളകും എല്ലാം നല്ലപോലെ ഇത് രണ്ടും ഒരുപോലെ ഇടുക. ഇതിപ്പോൾ ഇങ്ങനെ എന്തിനാണ് ഇത് ഇളക്കാൻ വെച്ചാൽ നമുക്ക് പൊരിച്ചെടുക്കാൻ നല്ല സുഖമാണ്. ഇതിൻ്റെ ബാല് മുറിച്ചാൽ നമുക്ക് കോരിയെടുക്കണം. ഇത് കോരിയെടുക്കണം, ഇതിനകത്ത് തന്നെ നമുക്ക് എടുക്കാൻ കഴിയും. അതിനാണ് ഞാൻ ഇതേപോലെ മുറിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഇതേപോലെ ആക്കി വെച്ചു. കണ്ടല്ലോ, ഇതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞളും മുളകും പെരക്കി ഇതേപോലെ. മുളക് കാശ്മീരി ചില്ലി മുളകാണ്, നല്ല കളറ് വേണമായിരുന്നു. ഇതിപ്പോൾ ഇതേപോലെ ആക്കി വെച്ചു. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഈ മുളക് ഇനി പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റവ പൊടിച്ച് റസ്കിൻ്റെ പൊടിയാണ് ഇടേണ്ടത്. റസ്കിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനിന്ന് റവ ഇട്ട് നോക്കുന്നതാണ്. ഇതിന് തേച്ച് മുക്കിയിട്ട് മുളക് വെള്ളത്തിൽ മുക്കിയാൽ മതി. കണ്ടില്ലേ, ഇഞ്ചിയും ഉള്ളിയെല്ലാം എന്തിനാക്കുന്ന വെച്ചാൽ അതൊരു രുചിക്ക് വേണ്ടിയിട്ടാണേ, ടേസ്റ്റിന് വേണ്ടിയാണ്. മറ്റിപ്പം വെറും മഞ്ഞളും വറി ഇങ്ങനെ കുറുക്കനെ കലക്കി വെച്ചിട്ട് മുക്കിയിട്ട് നല്ല കളറുണ്ടാവും. പക്ഷെ ഇതിപ്പോൾ ഞാൻ എന്തിനാ ഇങ്ങനെ ആക്കുന്ന വെച്ചാൽ നല്ല രുചി ഉണ്ടാവും. ഈ ഉള്ളിൻ്റെയും പിന്നെ പച്ചമുളകിൻ്റെയും പിന്നെ എല്ലാം രസം ഇഞ്ചിൻ്റെയും ഈ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, ഇതേപോലെ ആക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കട്ടെ, കുറച്ച് എണ്ണ ഒഴിക്കട്ടെ. എന്താ ഇത് കണ്ടില്ലേ, ഇതിൽ എണ്ണ ഒഴിച്ചു. ഇനി അത് എണ്ണ കായട്ടെ. കായ്പുളിയൊക്കെ ഇത് പാകത്തിനാക്കി വെക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടുമല്ലോ, നല്ലപോലെ ഉപ്പ് പിടിക്കട്ടെ. നല്ല എരിവുണ്ട്, എരിവ് നല്ലോണം ഉണ്ട്. എരിവുണ്ട്, ഉപ്പുമുണ്ട്, ഇഞ്ചിയും മഞ്ഞളും മുളകും എല്ലാം കൂടി ആയതുകൊണ്ട് നല്ല ഇഞ്ചി എരിവും എല്ലാം ഉണ്ട്. കരിവേപ്പില പറിച്ചിട്ടേ കരിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് കാഞ്ഞിട്ടാകുമ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടാകുമ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ എന്താ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് എന്താ വേണ്ടത് വെച്ചാൽ ഇതേപോലെ ഇനി കണ്ടില്ലേ, ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ പൊടി ഇതിൻ്റെ മേലെ വീഴുക കേട്ടാ.
ഇതേപോലെ വേറി കൊടുക്കുക. വേറി കൊടുത്തതെന്ന് വെച്ചാൽ ഈ മുളകെല്ലാം പുറത്ത് പോയി പോകുന്നതായിട്ടാണ് ഇതിങ്ങനെ നമ്മൾ ഇടുന്നത്. കണ്ടില്ലേ? ഇതാ ഇതേപോലെ വേറിയിട്ട് നല്ല ഇട്ട് കൊടുക്കുക, നല്ലോണം പെരക്കി വെക്കുക. എന്നാൽ എന്തുണ്ടെന്ന് വെച്ചാൽ ശരിക്ക് അത് അതിന് പിടിക്കുകയും ചെയ്യും, പിന്നെ നല്ല ഇത് കിട്ടുകയും ചെയ്യും. കേട്ടാ, കണ്ടില്ലേ? ഇതാ നല്ല ടേസ്റ്റും ആയിരിക്കും. അതിനാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ആക്കിയിട്ട് ഉണ്ടല്ലോ ഇതേപോലെ മുക്കിയിട്ട് ഇതാ കണ്ടാ ഇതുപോലെ പെരക്കിയിട്ട് അവിടെ വെക്കും. ഇതിനി നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് മുക്കിയിട്ട് എടുക്കാം. കാണിച്ചു തരാമല്ലോ. ഇതിപ്പോൾ നമുക്കിതിനിപ്പോൾ ഇങ്ങോട്ട് മുക്കിയിട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം. കേട്ടാ കേട്ടാ ഉണ്ടല്ലേ? ഇതാ ആ വെളിച്ചെണ്ണ കായട്ടെ. വെളിച്ചെണ്ണ കാഞ്ഞിട്ടാകുമ്പോൾ നമുക്കിത് എടുത്തിട്ട് ഇത് വേണ്ട ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഒന്നിപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ചു. ഇനി മറ്റേതും കൂടി ഞാൻ ഇതേപോലെ ആക്കി വെക്കട്ടെ. കണ്ടാ ഇതേപോലെ ആക്കി വെക്കട്ടെ. ഇതും അതേപോലെ തന്നെ പൊടി വേറി വെക്കട്ടെ. ഇതേപോലെ പൊടി ഇങ്ങനെ വേറട്ടെ. ഇനി ഞാൻ റസ്ക് പൊടിയാണെങ്കിൽ റസ്ക് പൊടിയും ആയാലും മതി. റസ്ക് പൊടിയാണ് ആക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഇതിപ്പം നോക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് മാറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇല്ലെങ്കിൽ പുട്ടുപൊടീൻ്റെ പൊടി ഉണ്ടാവുമല്ലോ, നമ്മൾ പുട്ടി ഇടുന്ന പൊടീൻ്റെ, അതായാലും കുഴപ്പമില്ല. പിന്നെ റവ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് റവ ഇട്ട് നോക്കാമെന്ന്. എന്തുണ്ട് നോക്കാലോ. ഇന്നാളെ ഞാൻ ചുട്ടത് പിന്നെ റസ്ക് പൊടിയിലാണ്. നല്ല ടേസ്റ്റ്, നല്ല കറുമുറ പൊരിഞ്ഞ് വരുകയും ചെയ്യുന്നു. അതേപോലെ ഇതും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ ഇതെങ്ങനെയുണ്ടെന്ന്. ഇനിയിപ്പോൾ ഞാനിത് ഇട്ട് നോക്കട്ടെ. ആയി. ഞാനിപ്പോൾ ഇതാ കണ്ടാ ഇത് നല്ല എടുത്തിട്ട് ഇതിനകത്ത് നല്ല വെക്കട്ടെ. ഉണ്ടോ? ഇതിങ്ങനെ ഇതും എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കണ്ടാ അതിങ്ങനെ അതിൻ്റെ ഉള്ളെല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരന്ന് വെച്ച് ആക്കി വെച്ചിന്. എന്ത് സാധനം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഞാൻ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അത് എങ്ങനെയല്ല നമുക്ക് തിന്നാൻ പറ്റുകയെന്ന് വെച്ചാൽ അതിൻ്റെ രുചിയോടെ തിന്നാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ പരീക്ഷിച്ചിട്ട് ചെയ്തിട്ട് തിന്ന് അതിനെ കൊണ്ട് പല ഇതും നമ്മൾ ഉണ്ടാക്കി നോക്കുക. അന്നേരം എന്താ വെച്ചാൽ അതിൻ്റെ രുചിയും ഉണ്ടാ ഇത് ഉണ്ടല്ല. ഇനി അത് നല്ല ചോന്ന് വരുന്നവരെ നമ്മളിങ്ങനെ കാത്തു നിൽക്കുക. ഇത് കാണുമ്പോൾ തന്നെ നല്ല പൊരിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ പറ്റിയിട്ട് പൊരിഞ്ഞ് വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് നോക്കാമല്ലോ. ഇന്നിപ്പോൾ ഞാൻ വെയ്യ കാണിക്കും. ഇത് കണ്ടില്ലേ? ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ഇതായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. കണ്ട നല്ല ഇതിപ്പോൾ ഇനി നമുക്ക് റസ്ക് പൊടിയാണ് നല്ലത്. ഇത് ഞാൻ റസ്ക് പൊടി ഇല്ലാതെ കൊണ്ടാണ് ഞാൻ ഈ റവ ഇട്ടിട്ടുള്ളത്. റവക്കാകുമ്പോൾ കുറച്ച് ഒരപോലെ ഉണ്ട്. പക്ഷേ നമുക്ക് റസ്ക് പൊടിയാകുമ്പോൾ നല്ല ഇതുണ്ടാവും, നല്ല പൊരിച്ചലും ഉണ്ടാവും, നല്ല രസം ഉണ്ടാവും. നല്ല കണ്ടീഷൻ ഉണ്ട്. കണ്ട എനിക്കിത് നല്ല ഇഷ്ടമാണ്. ഓരോരാൾക്ക് നല്ല ഇഷ്ടമാണ്. ഇത് ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല. അറിയില്ല. ഇന്നിപ്പോൾ ഇത്രയുള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് പോകുമ്പോൾ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവരും ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണും. നാളെ വേറെ വീഡിയോ ആയിട്ട് കൂടുമ്പോൾ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഓക്കെ.